എത്രയോ അടി ഒരു പൊക്കത്തിലാണ് പിന്നെ ഈ മണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സമയത്തും ആ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയും പിന്നെ യാത്രക്കാരെ പിന്നെ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് സംഗതികൾ പോകുന്നത്. വളാഞ്ചേരി പാണ്ടികശാലയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡിലേക്കാണ് 30 അടിയോളം ഉയർച്ചയുള്ള മൺഭിത്തി ഇടിഞ്ഞു വീണത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബന്ധപ്പെട്ട് സർവീസ് റോഡിന്റെ സൈഡില് പിന്നെ സ്ഥലം എടുത്തോടുത്ത് ഇവിടുത്തെ അവരൊന്നും ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടുന്ന് സംഭവിച്ചിട്ടുള്ളത്. ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുന്നിലേക്കാണ് ഈ കിടക്കുന്ന മണ്ണൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ളത്. ഇടിഞ്ഞു വീണെന്ന് മാത്രമല്ല, ഇനിയും ധാരാളം പൊക്കത്തിൽ എത്രയോ അടി ഒരു പൊക്കത്തിലാണ് പിന്നെ ഈ മണ്ണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് സമയത്തും ആ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയും പിന്നെ യാത്രക്കാരെ പിന്നെ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് സംഗതികൾ പോകുന്നത്. അതുകൊണ്ട് KNRC എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പിന്നെ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ സർവീസ് റോഡുകൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. ഇത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു പിന്നെ റോഡിൽ കയറ്റത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എത്രയോ അടി പൊക്കത്തിലാണ് ഇവിടെ ഉള്ളത്. ഇനിയും ഇവിടെ വലിയൊരു അപകടം നടക്കാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ച് അതുവഴി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അധികൃതരുടെ ശ്രദ്ധ ഉടനെ ഉണ്ടാവണം. വലിയ പാറക്കഷ്ണങ്ങളും ചെളിയും കലർന്ന മണ്ണാണ് റോഡിലേക്ക് പതിച്ചത്. റോഡിലേക്ക് പതിക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു KSRTC ബസ് ഇതുവഴി കടന്നുപോയിരുന്നു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ പല ഭാഗത്തെയും സ്ഥിതി ഇതാണ്. ഉയർച്ചയുള്ള പ്രദേശം നിരപ്പാക്കുന്നതോടെ റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ മൺഭിത്തി രൂപപ്പെടാറുണ്ട്. ഈ മൺഭിത്തിക്ക് ആവശ്യമായ സൈഡ് ഭിത്തി കെട്ടാത്തതും അപകടം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ നടത്താത്തതുമാണ് ഇത്തരം വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. സംഭവം നടന്ന ഉടനെ കുറ്റിപ്പുറം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മറ്റൊരു റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ദേശീയപാത നിർമ്മാണ അതോറിറ്റി ജീവനക്കാരുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മണ്ണ് നീക്കം ചെയ്തു വരികയാണ്. ശക്തമായ മഴ നിലനിൽക്കുന്നതിനാൽ ഇത്തരം അപകടങ്ങൾ ഇനിയും ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി.